ചിരിക്കാനും ഉണ്ട്, കരയാനും ഉണ്ട്. ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് കരഞ്ഞായിരുന്നു. ഫസ്റ്റിനെ കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്കൻഡ് വാഴയാണ്. എല്ലാരും പോയി കാണാം. എന്തായാലും ദൃശ്യം ക്ലാഷ് മാറ്റിയത് നന്നായി. ഇതെന്തായാലും ബ്ലോക്ക് ബസ്റ്ററാണ്. ഇൻസ്റ്റഗ്രാം ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള പുതുമുകളുടെ ഒരു സിനിമ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകൾ പോലെ മലയാളികൾ ഏറ്റെടുത്ത് സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ അവരുണ്ടാക്കിയ ഒരു ഫാൻ ബേസ് അത്രത്തോളം ഉണ്ടായിരിക്കും. ഹാഷിർ, അലൻ, വിനായകൻ, അജിൻ കോമ്പോയിലെത്തുന്ന വാഴ 2 സ്റ്റോറീസ് ഓഫ് എ ബില്യൺ ബ്രോസ് അങ്ങനെ റിലീസിനെത്തിയിരിക്കുകയാണ്. അപ്പോൾ വാഴ 2 കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ എന്ന് വെച്ച് നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. നേരെ റിവ്യൂലേക്ക്. കോമഡി അവസാനം ഇമോഷണൽ നമ്മൾ ഫീൽ ആക്കി കളയും. അത്ര കിട്ടും പടം. ലാസ്റ്റ് നിൽക്കും അമ്മാര് സാധനം കൊടുത്ത പൈസ എങ്ങനെ ഉണ്ടായിരുന്നു ടോട്ടലി കണ്ടപ്പോൾ? അടിപൊളി സിനിമ. എല്ലാരും മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി തന്നെ വാച്ച് ചെയ്യണം. ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ സിനിമയാണ്. ഫസ്റ്റ് പാർട്ടിലെ പോലത്തെ ഭയങ്കര ഇമോഷൻ, അത്രയും ഒരു ഇമോഷണൽ അല്ല. ഫസ്റ്റ് പാർട്ട് വാഴ ഫസ്റ്റ് ഇറങ്ങിയിട്ട് സെക്കൻഡ് ഇറങ്ങുന്നത് എന്തിനാന്നൊരു ബേസിക് ആയിട്ടൊരു ടോപ്പിക് എല്ലാവരും മൈൻഡിലുണ്ടായിരുന്നു. ഫസ്റ്റിനെ കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്കൻഡ് വാഴയാണ്. എല്ലാവരും പോയി കാണാം. ഫസ്റ്റ് ഇന്റർവെല്ലിൽ ഫുള്ള് കോമഡി, സെക്കൻഡ് ഇമോഷണൽ ആൻഡ് ഫാമിലി ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മൂവിയാണ്. ഒരുപാട് മെസ്സേജസ് അതിനകത്ത് കൊടുക്കാറുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാം. അടിപൊളി സിനിമയാണ്. ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാരും എങ്ങനെയാണ് ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് ഇറങ്ങും? ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് കരഞ്ഞായിരുന്നു. നല്ല പടം, ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. വാഴ 1-നെക്കാട്ടിലും മൂളി ഭയങ്കര എന്റർടൈൻമെന്റ് ആണോ? എനിക്ക് പേഴ്സണലി ഹാഷിർ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഈ ഒരു പാർട്ടിക്ക് ഭയങ്കര ഇഷ്ടം. ഹാഷിർ ഫുൾ ഓണാണ്. അടിപൊളി, നല്ല പടമാണ്. ഇമോഷണലി നല്ല കണക്ട് ആവും. ഫസ്റ്റ് പോലെ തന്നെ നല്ലതായിരുന്നു. ആ ഫൺ പാർട്ടാണ് ഇഷ്ടപ്പെട്ട. ഇമോഷണൽ ഫസ്റ്റ് പാർട്ട് നല്ല ഫണ്ടാണ്. സെക്കൻഡ് വരുമ്പോഴത്തേക്ക് ഇമോഷണലി നമ്മൾ നന്നായിട്ട് കണക്ട് ആവും. മൊത്തത്തിൽ നല്ല തിയേറ്ററിൽ ഒന്ന് വാച്ച് ചെയ്യാൻ പറ്റിയ ഒരു സെൻസേഷൻ ഹിറ്റ് ആവാനുള്ള ഇതെല്ലാം ഉണ്ട്. ബ്ലോക്ക് ബസ്റ്റർ അറിയത്തില്ല, എന്നാലും പടം ഹിറ്റ് ആവും. ഓക്കെ, ഇത് അടിപൊളി പടമാണ്. നല്ല രീതിയിൽ തന്നെ പടം കണക്ട് ആയിട്ടുണ്ട്. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇത് കണക്ട് ആവും. കാരണം വാഴ ഫസ്റ്റിൻ്റെ എൻഡിങ് എനിക്ക് പേഴ്സണലി അത്ര ഇതായിട്ടില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ എൻഡിങ്ങും കാര്യങ്ങളെന്നൊക്കെ വെച്ചാൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഈ തലമുറയിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. അതായത് ഈ ഇപ്പോഴത്തെ തലമുറ എന്തുകൊണ്ട് ലഹരിയിൽ ആവുന്നു, അല്ലെങ്കിൽ ഒരാളെ വീണ്ടും ഓരോ റിലേറ്റബിൾ ഇമോഷൻ ആണോ വെച്ചേക്കുന്നത്? അത് നല്ല രീതിയിൽ എല്ലാവർക്കും റിലേറ്റഡ് ആവും. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ ഇൻ കേസ് ഈ ഒരു ലഹരിയുടെ കേസിലായാലും ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും അതിൻ്റെ ടെംപ്റ്റേഷനോ കാര്യങ്ങളൊക്കെ വരാനുള്ളത്, പിന്നെ ലഹരിയിലോട്ട് പിള്ളേർ പോകാനുള്ള റീസൺ അങ്ങനെയുള്ള കാര്യങ്ങൾ കിടിലായിട്ട് പറയുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് ടോട്ടലി പടം മാറ്റമാണ്, മാറ്റമാണ്. ഇന്റർവെല് കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിലോട്ട് കയറുമ്പോൾ അൽഫോൺസ് പുത്രൻ്റെ ഒരു 10-15 മിനിറ്റ് സീക്വൻസ് ഉണ്ട്. അത് യുവാക്കൾ മാത്രമല്ല, എല്ലാ പേരൻസും നാട്ടുകാരും ഭരണാധികാരികളും എല്ലാവരും കാണേണ്ട സീൻ. നമ്മുടെ ആക്ടേഴ്സ് ബിഗ് സ്ക്രീനിൽ ഏറ്റെടുക്കും മലയാളികൾ ഉറപ്പായിട്ടും. അവർ കഴിവുള്ളവരെ മലയാളികളൊന്നും അംഗീകരിക്കും. ഓക്കെ, കരയും. എങ്ങനെയുണ്ട്? ഇമോഷൻ കൂടിപ്പോയതല്ല, കോമഡിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ വാഴ 1-ൽ നിന്ന് എങ്ങനെ സെക്കൻഡിലോട്ട് വന്നപ്പോ? 1-നെക്കാളും ഇഷ്ടപ്പെട്ടു ഈ സിനിമ. എല്ലാവർക്കും ഇഷ്ടമാവും, വർക്കാവും. ഓക്കെ, പടം ചിരിക്കാനും ഉണ്ട്, കരയാനും ഉണ്ട്. സൂപ്പർ പടം. കരയിച്ചാണോ നിർത്തുന്ന ലാസ്റ്റ്? ഇല്ലില്ല, കുഴപ്പമില്ല, ഓക്കെയാണ്, പക്കയാണ്. എങ്ങനെയാണ്? എല്ലാവർക്കും ബോയ്സിനാണോ കൂടുതൽ കണക്ട് ആവും, അതോ നിങ്ങൾക്ക് ഇമോഷണലി? ഇല്ലില്ല, എല്ലാവർക്കും ഒരുപോലെ ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്. ഓക്കെ, ഹാഷിർ ടീമൊക്കെ എങ്ങനെയുണ്ട്? ഫാമിലി മൂവിയാണ്, എല്ലാവർക്കും വന്ന് കാണാം. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? ഹാഷിറൊക്കെ ചിരിക്കാനുണ്ട്, കരയാനുണ്ട്, എല്ലാം ഉണ്ട്. ടോട്ടൽ എല്ലാവർക്കും ഒരുപോലെ ഇമോഷൻ വർക്കാവും. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു വാഴ പടം? ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഫസ്റ്റ് വാഴ പാർട്ട് അത് കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ട് എന്തിനാ എന്ന് ചോദിച്ചെടുത്തതെന്നും അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. കിടിലം പടമാക്കി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻ ആണെങ്കിലും കോമഡി ആണെങ്കിലും എൻ്റർടൈൻമെൻറ്റ് എല്ലാത്തിനും ഒരേപോലെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് ബിജുക്കുട്ടൻ്റെയും അതേപോലെ വിനായകൻ്റെയും പെർഫോമൻസ് ആണ് കിണ്ണമായിട്ടുണ്ട്. അതായത് അവരുടെ കെമിസ്ട്രി കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും വർക്കായിട്ടുണ്ട്. പക്ഷേ ബിജുക്കുട്ടൻ്റെയൊക്കെ എന്ന് പറഞ്ഞ സീനാണ്, ആ ഒരു ഇമോഷനിലാണ് കറക്റ്റ് ട്രാക്ക് പിടിച്ചേക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ അടിപൊളി ഒരു പടമാണ്. എന്തായാലും ഹിറ്റ് ഉറപ്പാണ്. കാരണം ആ ഒരു കയ്യടി, ലാസ്റ്റിലൊരു കയ്യടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആൾക്കാരുടെ എല്ലാം മനസ്സ് ഇതായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഡ്രഗ്സിനെ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്ത് കാണിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ കറക്റ്റ് കാരണവും എന്തുകൊണ്ട് പിള്ളേർ ഇങ്ങനെ ആയി പോകുന്നു എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. നല്ലൊരു മെസ്സേജ് ആയിരുന്ന സിനിമയാണ്. ആക്ടേഴ്സ് എങ്ങനെയുണ്ട്? ഇവർ ബിഗ് സ്ക്രീനിൽ വന്നപ്പോൾ റീലി കാണുന്ന പോലെയാണോ? മലയാളി അല്ല, ഉറപ്പായിട്ടും ഏറ്റെടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. റീൽസിൽ കാണുന്ന കണക്ക് തന്നെയാണ്, ഒരേ കണക്കുള്ള ക്യാരക്ടർ ആണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒട്ടും വെറുപ്പിക്കൽ തോന്നി. ഒരു സെൻസേഷൻ കേരളത്തിൽ ഉണ്ടാക്കാനുള്ള ഇതോളം ഉണ്ട് ഉറപ്പായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല മെസ്സേജസ് പാസ് ചെയ്യുന്ന ഒരു പടമാണ്. അപ്പോൾ ഉറപ്പായിട്ടും അത് ഫാമിലി ഏറ്റെടുക്കും. ഉറപ്പായിട്ടും ഫാമിലി ഏറ്റെടുക്കും. കാരണം എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫ് അങ്ങനെയാണ് ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഫാമിലീസിന് ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും. ഓക്കെ, ഹാഷിർ പൊളിയായിരുന്നു. പിന്നെ
ഫാമിലി ആയിട്ട് വന്ന് കാണാൻ നോക്കുക. ഫാമിലി ഫ്രണ്ട്സുമായിട്ട് വന്ന് കാണാൻ നോക്കി. ഞങ്ങൾ കൂടുതൽ ഫ്രണ്ട്സായിട്ടാണ് വന്ന്, പക്ഷേ ഫാമിലി ആയിട്ട് വന്നാൽ മതിയായിരുന്നു. പിന്നെ കണ്ടു കഴിഞ്ഞപ്പം തോന്നി. ഓവറോൾ നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ചിരിപ്പിക്കാൻ ഭയങ്കര പാടല്ലേ, അതവർ ചെയ്തിട്ടുണ്ട് ഒരുവിധം. പിന്നെ കരയിപ്പിക്കാനും പാടാണ്. ഇതുകൊണ്ട് നമുക്ക് തട്ടുന്നുണ്ടായിരുന്നു. അച്ഛൻ ബന്ധം, പിന്നെ സഹോദരങ്ങളുടെ ബന്ധം, പിന്നെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം കൂടെ ആയിട്ടുള്ള സിനിമയായിരുന്നു. അത്യാവശ്യം നല്ലതായിരുന്നു. വാഴ 1 ആണ് ഇഷ്ടപ്പെട്ട 2 ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? 1 ആണ് ഇഷ്ടപ്പെട്ടത്. ക്ലൈമാക്സ് ഒക്കെ കിട്ടില്ല, ഇമോഷണൽ ആയിട്ടാണ് നിർത്തിയേക്കുന്നത്. കേട്ടില്ല. ഇമോഷണൽ ആവും, ഇമോഷണൽ ആവും. കണ്ടിറങ്ങുമ്പോ ആ ഒരു വൈബുണ്ട്, നല്ല വൈബുണ്ട്. ഓക്കെ, ടോട്ടലി എങ്ങനെ എല്ലാവർക്കും വർക്കാവോ? എല്ലാവർക്കും വർക്കാവും. ഓക്കെ. മയക്കുമരുന്നിനെതിരെയുള്ള ഒരു നല്ല കുടുംബ പശ്ചാത്തലത്തിൽ നല്ലൊരു ഹാസ്യത്തിന്റെ കോമഡി ചേർത്തുകൊണ്ട് നല്ല മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ നമ്മളെ വീടുകളിലെ കുടുംബ ബന്ധങ്ങളിൽ അനിയനും ചേട്ടനും ഒക്കെ ഉള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ ആ അരക്കിട്ട് ഉറപ്പിക്കുന്ന രീതിയിലുള്ള മനോഹരമായ ഒരു ചിത്രമാണ്. ആദ്യമൊക്കെ വളരെ തമാശ രൂപത്തിലാണ് പോകുന്നതിൽ അവസാനം നല്ല സീരിയസ് ആണ്. പടം നിർത്തിയിരിക്കുന്നത് തന്നെ മയക്കുമരുന്നിനെതിരെയും ബന്ധങ്ങൾക്ക്, കുടുംബ ബന്ധങ്ങൾക്കും വില കൊടുക്കുന്ന ഒരു പടമാണ്. നല്ല പടം. കോമഡി ഇമോഷൻസ് എല്ലാം മിങ്കിൾ ചെയ്തൊരു പടം. അടിപൊളി. ആക്ഷൻ സീൻസ് അവരൊക്കെ ഉണ്ട്. ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എല്ലാവരും കൊള്ളായിരുന്നു, എല്ലാവരും അടിപൊളിയാണ്. എല്ലാവരും റെക്കമെൻഡ് ചെയ്യോ? എന്തോ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യോ? എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. നല്ല കോമഡി ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, സ്റ്റണ്ട് ഉണ്ട്, എല്ലാവർക്കും കാണാൻ പറ്റിയ പടം. ഇമോഷൻസ് എല്ലാം കോമഡി എങ്ങനെയുണ്ട്? കോമഡിയൊക്കെ തകർത്ത് പൊളിച്ച് ഒന്നും അല്ല, 2 മസ്റ്റ് വാച്ച് ആണ്. ഒന്നിനേക്കാളും മേളിക്കോ? ഒന്നൊക്കെ മാറും, 2 തകർക്കും ഷുവർ. ഇഷ്ടപ്പെട്ടോ? ആ സിനിമ അടിപൊളിയായിരുന്നു, രസം ഉണ്ടായിരുന്നു, സഹോദര സ്നേഹം ഉണ്ടായിരുന്നു. അവസാനം കോമഡി ആക്ഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. വാഴ 1 ആണോ 2 ആണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? 2 ആണല്ലേ. എന്താണ് 2 കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം? ആശ്രയം ടീം ആയിട്ടാണോ? ആണ്, അതുകൊണ്ട് തന്നെ. അവർ ഇമോഷൻ കരഞ്ഞോ? തിയേറ്ററിൽ നിന്ന് കരഞ്ഞോ? ഇല്ല, കരഞ്ഞൊന്നുമില്ലേ? ആക്ഷൻ കോമഡി കണ്ട് ചിരിച്ചു വന്നല്ലോ. കൊള്ളായിരുന്നു. അവസാനം കുറച്ച് ഇമോഷണൽ ആയിരുന്നു. ഇമോഷണൽ ആയി. ഓവറോൾ ലാഗോൽ അടിച്ചായിരുന്നു ഇടയ്ക്കല്ലോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഓവറോൾ സൂപ്പർ ആയിരുന്നല്ലേ? ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു വാഴ പടം? ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞായിരുന്നു, ഫസ്റ്റ് ഹാഫിനെ പോലെ തന്നെ സെക്കൻഡ് ഹാഫും അടിച്ചു പൊളിച്ച് അടിപൊളി പടമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നല്ല ഇമോഷണലി നമ്മുടെ ആക്കാൻ പറ്റിയായിരുന്നു അവർക്ക്. എല്ലാവരും കണക്ട് ആവും. പിന്നെ നല്ലൊരു കണക്ട് ആവും. നല്ല ഇമോഷണൽ, അവസാനം കണ്ണേറുന്ന രീതിക്ക് അവര് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. കൊള്ളാം, അടിപൊളിയാണ്. മസ്റ്റ് വാച്ച് കിടിലം പടം. എന്നാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് സിനിമയില്? ഫസ്റ്റ് ഹാഫ് കിട്ടില്ല, ഫൈറ്റ് സീൻ കിട്ടില്ലായിരുന്നു. ആദ്യത്തെ ഒരു 2 മണിക്കൂർ ഫുള്ള് കോമഡി ആയിരുന്നു. ലാസ്റ്റ് ഒരു അരമണിക്കൂർ ഫുൾ ഇമോഷൻ അടിപൊളിയായിരുന്നു. ഇമോഷൻ കണ്ണൊക്കെ നിറഞ്ഞോ? എല്ലാവരും കണ്ണു പറഞ്ഞു. കരയുമല്ലേ? എല്ലാവരും കരയും. വാഴ 1 ആണോ 2 ആണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? 2 ഇഷ്ടപ്പെട്ടു. ഈ ആക്ഷൻ സീൻസ് കോമഡി സീൻസ് ഒക്കെ ബെറ്റർ ആണോ? അതോ 2 അടിപൊളിയാണ്. ലാഗോൽ അടിച്ചു 2.3 മണിക്കൂർ? ഒരു ലാഗുമില്ല. 5 എത്ര റേറ്റിംഗ് കൊടുക്കും? 5 4.8. ഓ, അത്രയും. ഓക്കെ, അടിപൊളിയായിരുന്നു. ആശ്ര തൂക്കി നൈസായിട്ട് എടുത്തല്ല. ഫസ്റ്റ് പാർട്ടിൽ ഇമോഷനും ചിലർക്ക് വർക്ക് ആയില്ലെന്നൊക്കെ ഉണ്ട്. ഇതിലോട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇന്റൻസ് ഇമോഷൻ ആണോ? കുറച്ച് കൊള്ളാം. പടം കൊള്ളാം, നൈസാണ്. ഫസ്റ്റ് ഹാഫ് സീനാണ്. അടിപൊളി. 10 on 10 പടം. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം. ഇമോഷൻസ് ആണെങ്കിലും എല്ലാം പക്ക ആയിരുന്നു. തുടക്കം തൊട്ട് ലാസ്റ്റ് ഒരു ലാഗ് പോലും ഇല്ല. പക്ക പടമായിരുന്നു. ഓക്കെ.